ഹായ് എവരിവൺ. ഫ്രൈഡേ ഗോൾഡിലെടുത്ത് ഈ ഒരു ട്രേഡ് വെച്ചിട്ട് നമുക്ക് ഇൻട്രഡേജ് yield മോഡലിലെ മറ്റൊരു പ്രൈസ് ആക്ഷനും കൂടി പഠിക്കാം. ഞാൻ ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം തന്നെ നമുക്ക് ഗോൾഡിൻ്റെ ഡെയിലി ചാർട്ടിലോട്ട് പോവാം. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് ഏതൊക്കെയായിരുന്നു? ഇതായിരുന്നു നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ. മാർക്കറ്റ് ഇപ്പം എൻറ്റയർലി അതിന് താഴെയാണ്, വിച്ച് മീൻസ് മിനിഞ്ഞാന്നത്തെ BME ഇവൻറ്റിന് ശേഷം മാർക്കറ്റ് ബുള്ളിഷായി എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിലും മാർക്കറ്റ് സ്റ്റിൽ ബിയറിഷ് സിനാരിയോയിൽ തന്നെയാണ്. അൺലെസ് ഈ ഒരു 50% മുകളിലോട്ട്, അതായത് ഈ ഒരു ലൈനില്ലേ, ഇതാണ് ഈ ഒരു വിക്കിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ്. ഇതിൻ്റെ 50% എബോവ് സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ മാർക്കറ്റ് ബിയറിഷാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഡോളറിൻ്റെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ബുള്ളിഷ്നെസ് ആണ്. ഡോളറിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഡോളറിൻ്റെ ഡെയിലി ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് എൻറ്റയർലി വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗോൾഡ് എത്രത്തോളം ബിയറിഷ് ആണോ അതിനേക്കാളും വളരെയധികം ഡോളർ ബുള്ളിഷാണ്. മാത്രമല്ല, റിയൽ yield കോൺസെപ്റ്റ് പ്രകാരം ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് കുറയുന്നുണ്ട്. നമ്മൾക്ക് പല വെബ്സൈറ്റുകളും ഉണ്ട് ഇൻഫ്ലേഷൻ ഡാറ്റകളും എക്സ്പെക്റ്റേഷനൊക്കെ അറിയാനുള്ള. ബേസിക്കലി എല്ലാ ദിവസവും ട്രേഡ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അനലൈസ് ചെയ്യരുത്. നമുക്ക് എപ്പം ബൈ എടുക്കണം എപ്പം സെൽ എടുക്കണം എന്നുള്ളത് അത് പ്രൈസ് ആക്ഷനും yield തന്നെ നോക്കണം. പക്ഷെ അതിന് പുറമെ റിയൽ yield പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റുകൾ നോക്കിയിട്ട് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷന് കുറയുന്നതും കൂടുന്നതും മനസ്സിലാക്കിയതിന് ശേഷം ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിയൽ yield എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് ഗോൾഡിന് ഒരേ ഒരു ഡ്രൈവർ, അതായത് ഗോൾഡിൻ്റെ 80% മൂവിന് കാരണമാകുന്ന ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ yield ആണ്. നമുക്ക് റിയൽ yield ഇൻട്രാഡേ ബേസിസിൽ കാണാൻ പറ്റില്ല. ഇൻട്രാഡേ ബേസിസിൽ റിയൽ yield മനസ്സിലാക്കാനോ അതിൻ്റെ ടിക്ക് ബൈ ടിക്ക് ചാർട്ടുകളോ എവിടെ അവൈലബിൾ അല്ല. റിയൽ yield എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താണ് പറയുക, ഒരു എയറിലുള്ളൊരു വസ്തു പോലെ നമുക്ക് വിസിബിളി അറിയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത്തരം അസറ്റുകൾ ബിഹേവ് ചെയ്യുന്ന പാറ്റേണിനോട് റിയൽ yield എന്തായിരിക്കാം എന്ന് നമുക്ക് ചെറിയൊരു എക്സ്പെക്റ്റേഷൻ വെക്കാം. അതാണ് റിയൽ yield. അപ്പം ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി കുറയുന്നുണ്ട്. നമുക്ക് പല വെബ്സൈറ്റുകളിലും ന്യൂസ് ചാനലിൽ നിന്നും ഒക്കെ പല ചാർട്ടുകൾ തമ്മിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ കുറയുന്നുണ്ട്, പക്ഷേ ഡോളറിൻ്റെ വാല്യൂ ഇപ്പോഴും മുകളിലാണ്. വിച്ച് മീൻസ് റിയൽ yield കുറയുന്നില്ല. റിയൽ yield കുറയുന്നില്ല എന്നാണെങ്കിൽ ഡോളർ ബുള്ളിഷ്നെസ്സിലേക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഡോളറിൽ ഇപ്പോഴും ഗോൾഡ് ഇപ്പോഴും എൻറ്റയർലി ബുള്ളിഷ്നെസ്സിലോട്ട് മാറിയിട്ടില്ല. ക്വാർട്ടർലി ഷിഫ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഗോൾഡ് ബുള്ളിഷ് ആവേണ്ട സമയമായിട്ടുണ്ട്. ക്വാർട്ടർലി ഷിഫ്റ്റുകൾ പ്രീവിയസ് 20, 40, 60 ഡേയ്സ് എന്ന് പറഞ്ഞൊരു ക്വാർട്ടർലി ഷിഫ്റ്റ് ഉണ്ട്. ഇബ്ഡ ഡാറ്റ എന്ന് പറയും, ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം പ്രകാരം ഗോൾഡ് ബുള്ളിഷ് ആവേണ്ട സമയം കഴിഞ്ഞു. ഇനി ഗോൾഡ് സീരിയസ്ലി പറയുവാണെങ്കിൽ, തിയറിറ്റിക്കലി പറയുവാണെങ്കിൽ പ്രീവിയസ് 20 ഡേയ്സിൻ്റെ ഹൈ സീക്ക് ചെയ്യേണ്ട സമയമാണ്. ലിക്വിഡിറ്റി ആയിട്ട് പ്രീവിയസ് 20 ഡേയ്സിലെ ഹൈ ടാർഗറ്റ് ചെയ്തിട്ട് ഗോൾഡ് മൂവ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ അതിന് പോലും പറ്റാത്ത അവസ്ഥയിലാണ് റിയൽ yield ഗോൾഡിനെ ബിഹേവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് റിയൽ yield എപ്പോഴും മുകളിൽ തന്നെയാണ്. ആ ഒരു സിനാരിയോ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വേണം. ആ ഒരു സിനാരിയോ നമ്മൾ അറിഞ്ഞിരിക്കണം. ട്രേഡേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഈ ഒരു ICT കോൺസെപ്റ്റുകൾ ഒരുവിധം എല്ലാവർക്കും അറിയാം. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ്, ഓർഡർ ബ്ലോക്ക് എന്താണ്, ഈ വക സാധനങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർലി അറിയാം. പക്ഷേ എന്നിട്ടും ഫെയിലിയർ ആവാനുള്ളൊരു റീസൺ, മാർക്കറ്റ് നമുക്കൊരു നമ്മൾ ട്രേഡ് ചെയ്യാൻ വരുമ്പം മുമ്പത്തെ ഒരു രീതിയിൽ ആളുകൾ പറയല്, നമ്മൾ മാർക്കറ്റിനെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യരുത്. മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് സ്ട്രെങ്ത് കാണിക്കുന്നു, അതായിരിക്കണം നമ്മുടെ ഡയറക്ഷൻ എന്നാണ്. പക്ഷെ അത് എൻറ്റയർലി മിസ്റ്റേക്കൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മാക്രോ ഡയറക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഏത് ഡയറക്ഷനിലേക്കും ട്രേഡ് എടുക്കാം. ആ ട്രേഡിൻ്റെ വോളിയം സ്ട്രെങ്ത്തും
ഡിസൈഡ് ചെയ്യുന്നത് മാക്രോ ഡയറക്ഷനിലേക്കാണ്. നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിൽ നല്ലൊരു ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ മാക്രോ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണോ മാക്രോ ഡയറക്ഷൻ ഉള്ളത് ആ ഡയറക്ഷനിലേക്ക് വേണം നമ്മൾ ഇമ്പൾസീവ് ആയിട്ടുള്ള ട്രേഡ് എടുക്കാൻ, നല്ല സ്ട്രോങ് ഹൈ വോളിയത്തിൽ. മറ്റു ട്രേഡ്സൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ റിസ്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന ട്രേഡ്സ് ആയിരിക്കണം. ഈ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാനിപ്പം പറഞ്ഞ സിനാരിയോ റിയൽ ഈൽഡ് എപ്പോഴും ബിയറിഷ് ആയിട്ടില്ല, പക്ഷേ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് കുറയുന്നുണ്ട്. ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് കുറയാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം കൂടുമ്പം അത് ഗോൾഡിന് ബുള്ളിഷ്നെസ് ആണ്. ഇൻഫ്ലേഷന് കുറയുന്നത് ഗോൾഡിന് ശരിക്കും ബിയറിഷ് ആണ്. അതായത് സാധനങ്ങൾക്ക് വില കൂടുമ്പം ഗോൾഡും താഴോട്ട് പോവുകയാണ് ചെയ്യുക. സാധനങ്ങൾക്ക് വില കുറയുമ്പം ഗോൾഡിനും വില കുറയാണ് ചെയ്യുക. പക്ഷേ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ കൂടുകയാണെങ്കിൽ, ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെഡ് റിസർവ് എന്ത് ചെയ്യും? അടുത്ത സൈക്കിളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും, ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ബോണ്ട് അട്രാക്റ്റീവ് അല്ലാതാവും. അപ്പം ബോണ്ട് മാർക്കറ്റ് താഴോട്ട് പോകും. ബോണ്ട് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ ഒബ്വിയസ്ലി ഗോൾഡ് ബുള്ളിഷാവും. ഇതാണ് ഇൻഫ്ലേഷൻ്റെ ലോജിക്ക് ഗോൾഡിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സോ നമ്മൾ അത്ര ഡീപ്പായിട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് കുറയുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടാണ് അത് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് കുറയുന്നുണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് കാണിച്ചു തരാം. നമ്മൾ 10 ഇയർ നോമിനൽ ഈൽഡിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ക്ലിയർലി ഈ ഒരു ഹൈയിലോട്ട് പ്രൈസ് പോയതിന് ശേഷം ക്ലിയർലി ലോവർ ലോകൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നു. ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് അടുത്ത ലോ ക്രിയേറ്റ് ചെയ്തു, വിച്ച് മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് താഴുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് താഴുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ കുറയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് അനൗൺസ്മെന്റ് വരുന്നതിന് മുമ്പാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഈൽഡ് താന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത സൈക്കിള് ഫെഡ് റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഈൽഡ് എന്തെങ്കിലും ഒരു പ്രൈസ് ആക്ഷനോ ഡയറക്ഷനോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് 80% എക്സ്പെക്ടേഷൻ ബേസ്ഡ് റാലിയാണ്. അപ്പം ഇപ്പം നടക്കുന്നത് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് കുറഞ്ഞു വരുന്നു. അതായത് ഗോൾഡിന്റെ സ്ട്രെങ്ത് കൂടേണ്ട സാഹചര്യത്തിൽ ഗോൾഡിന്റെ സ്ട്രെങ്ത് കൂടുന്നില്ല. അപ്പോൾ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് കുറയുമ്പം റിയൽ ഈൽഡ് കുറയുന്നില്ല. അത് കാരണം ഗോൾഡിന് ബുള്ളിഷ് ആവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത്. ആ ഒരു ഐഡിയ, ആ ഒരു ലോജിക്കിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് വരുന്നത്. നമുക്ക് ഗോൾഡിന്റെ ചാർട്ടിലേക്ക് തന്നെ പോവാം. സോ ഈ ദിവസം, അതായത് ഫ്രൈഡേ, ഈ ഒരു ദിവസം ട്രേഡിംഗ് ഡേയിലേക്ക് വരുമ്പോൾ നമുക്ക് റെഫറൻസ് പോയിന്റ് ആയിട്ടുള്ള ചാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ നമുക്കുള്ള റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീക്കിന്റെ ലെവൽസ് ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്രൈസ് ലണ്ടൻ സെഷൻ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ 100% അബോവ് എത്തിയിട്ടുണ്ട്. ഞാൻ ലണ്ടൻ സെഷനിൽ ഇരുന്നിട്ടില്ലായിരുന്നു, ന്യൂയോർക്ക് സെഷനിൽ മാത്രമായിരുന്നു മാർക്കറ്റിൽ ഇരുന്നത്. സോ ഞാൻ ഇരുന്ന സമയത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലെവലാണ് കോൺസിക്വൻ്റ് എൻകറേജ്മെന്റ് എന്ന് പറയുന്ന ഇതിൻ്റെ മിഡിൽ ലൈൻ, ഇതിൻ്റെ 100% ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു രീതിയിൽ മാർക്കറ്റിനെ വീണ്ടും ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് റീറ്റെയിലേഴ്സ് എല്ലാവരും 90% ആളുകളും ട്രേഡ് പ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ 1 അവറിലുള്ള ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് പ്രൈസ് മുകളിലോട്ട് വരുമ്പോൾ താഴോട്ട് എൻട്രി എടുക്കും. കാരണം ഇവിടെ ഇവരെല്ലാവരും ഡെയിലിയിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടിട്ടുണ്ടാവും, ഹവർലിയിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ശേഷം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പം 90% ആളുകളും ഇത് വലിയ വിക്കായതുകൊണ്ട് ഇവിടെ നിന്ന് എൻട്രി വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും. ഒബ്വിയസ്ലി നടക്കുന്ന കാര്യം അതാണ്. ഇനി നമുക്ക് 1 മിനിറ്റിലോട്ട് പോകാം. ആ സെയിം റീസൺ കൊണ്ട് തന്നെയാണ് പ്രൈസ് ഫസ്റ്റ് ടൈം ഞാനൊന്നും കൂടി 1 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡ്രോ ചെയ്ത് തരാം. അതിനു മുമ്പ് ഈ ഒരു ലൈന് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ താഴെ ആയതുകൊണ്ട് നമുക്കത് ഇമ്പോർട്ടൻ്റ് അല്ല.
അതുപോലെ ഓക്കെ, ഇതാണ് 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അവിടെ പ്രൈസ് എത്തിയ ഉടനെ പ്രൈസ് ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ആക്ഷൻ, ആ പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത ടൈമാണ് ഇതിൻ്റെ ലൂപ്പ് എന്ന് പറയുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ലോവർ ഹാഫിൽ, ലോവർ ലൈനിൽ തട്ടി ആ ഒരു ചെറിയൊരു ടച്ച് തന്നെ പ്രൈസ് താഴോട്ട് പോകാൻ തുടങ്ങി. അതായത് ന്യൂയോർക്ക് ഓപ്പണിൽ തന്നെ പ്രൈസ് താഴോട്ട് പോകാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും ഒരു അഗ്രസീവ് സെല്ല് കാണിച്ചു. അതായത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നും ഇതിൻ്റെ ഒരു 50% ഒന്നും അല്ല, ഇതിന് മുകളിലുള്ള ഹവർലി ഓർഡർ ബ്ലോക്ക് ഒന്നും ട്രേഡ് പ്ലാൻ ചെയ്ത എല്ലാവരും ലൈക്ക് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നും ട്രേഡ് പ്ലാൻ ചെയ്തവരുണ്ട്. അതുപോലെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% ഒന്നും ട്രേഡ് താഴോട്ട് പ്ലാൻ ചെയ്തവരുണ്ടാവും. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഹൈ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇങ്ങനെ പല രീതിയിലും ട്രേഡ്സ് പ്ലാൻ ചെയ്തവരുണ്ടാവും. കാരണം ട്രേഡ്സ് പ്ലാൻ ചെയ്യും. കാരണം കഴിഞ്ഞ 2-3 വീക്സ് ആയിട്ട് ഗോൾഡ് നമ്മളെ മൈൻഡിലേക്ക് ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ബിയറിഷ്നെസ് ആണ്. ഒരു ബുൾ ക്യാൻഡിൽ പോലും, ഒരു ഗ്രീൻ ക്യാൻഡിൽ പോലും സർവൈവ് ചെയ്യാത്ത രീതിയിലുള്ള ക്യാൻഡിൽസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അങ്ങനത്തെ ഒരു ദിവസം പ്രൈസ് ഇതുപോലെ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു അടിപൊളി 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി ഉണ്ടാകുമ്പോൾ ആളുകൾ സിംപ്ലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ആളുകൾ വലിയ ടാർഗറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യൂല. ഒരു ഇവിടെ മുതൽ ഈ ഒരു ഏരിയ വരെ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 50% വരെയൊക്കെ ക്യാച്ച് ചെയ്യാൻ ആളുകൾക്ക് ചെറിയൊരു 50% എന്നുള്ളൊരു ഐഡിയയിലായിരിക്കും ഈ ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ആ സെയിം സംഗതിനെ നമ്മളെങ്ങനെ കൗണ്ടർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേണിൻ്റെ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനു വേണ്ടിയിട്ടാണ് മാനിപ്പുലേഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തത്. സോ പ്രീ ന്യൂയോർക്കിൽ പ്രൈസ് ഇമ്പൾസീവ്ലി ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അടുത്തോട്ട് റാലി ചെയ്തു. ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അതായത് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആയിട്ടില്ല, അത് 9 o'clock ആയിട്ടുള്ളൂ. 9:30 ന്യൂയോർക്ക് ഓപ്പൺ ചെയ്യാം. മുമ്പ് തന്നെ പ്രൈസ് ഈ ഒരു മൂവ്മെൻറ്റിനെ നന്നായിട്ട് റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്പീഡിൽ താഴോട്ട് വന്നു. അപ്പം ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്തവരും ഈ ഓർഡർ ബ്ലോക്കിന് വെയിറ്റ് ചെയ്തവരെല്ലാവരും ഫോമോ കാരണം ഈ ഒരു താഴോട്ടുള്ള റാലിയിൽ പ്രൈസ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ ഒരു ഇമ്പൾസീവ് സെൽ മൂവ്മെൻറ്റും കൂടി വന്നു. കണ്ടില്ലേ, ഈ ഒരു സെൽ മൂവ്മെൻറ്റും കൂടി വന്നു. ഇതും കൂടി വന്നപ്പം 90% ആളുകളും എന്തായാലും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് ഒരു ഒരു പ്രോപ്പർ റിട്രേസ്മെൻറ്റ് പോലും ഇല്ലാതെ പ്രൈസ് ഇങ്ങനെ സ്റ്റോപ്പ് ഹണ്ട് എന്നുള്ള രീതിയിൽ ക്ലിയർലി മുകളിലോട്ട് പോയി. ഈ മുകളിലോട്ട് പോയതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ മുകളിലോട്ട് പോയപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ ഇത് 1 minute ചാർട്ടാണ്. അതായത് ഈ ഡെയിലി ഈ ഹവർലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വന്റ് എൻകറേജ്മെൻറ്റിനെ എത്ര വൃത്തിക്കാണ് പ്രൈസ് റെസ്പെക്ട് ചെയ്ത് നോക്കണം. ഫസ്റ്റ് അപ്പ് മൂവ്മെൻറ്റിൽ ഇതിൻ്റെ 50% കറക്റ്റ് ടിക്ക് എടുത്തിട്ട് താഴോട്ട് വന്ന് ദെൻ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു 50% തട്ടി റിജക്ഷൻ കാണുമ്പോൾ ട്രേഡ് എടുക്കരുത്. കാരണം ഈ 50% റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹവർലി ഫെയർ വാല്യൂ ഗ്യാപ്പിനെ വാലിഡേറ്റ് ചെയ്യാനായിട്ടില്ല എന്നാണ് അത് പറയുന്നത്. സോ നമുക്ക് ഇമ്പൾസീവ്ലി വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ട് വന്നിട്ട് ഹവർലിൻ്റെ കോൺസിക്വന്റ് എൻകറേജ്മെൻറ്റും അതുപോലെ താഴെയുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. അതൊന്നും വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോയി. പിന്നെ ഒരു സീരിയസ് റിജക്ഷൻ വന്ന് തുടങ്ങുന്നത് ഈ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ടോപ്പിൽ നിന്നാണ്. 100% പ്രൈസ് റാലി ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് പ്രൈസ് എന്ത് വരുന്നത്, ഫസ്റ്റായിട്ട് നല്ലൊരു റിജക്ഷൻ വരുന്നത്. അതായത് ഏകദേശം സെല്ലേഴ്സിനെല്ലാം ഹണ്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു മൂവ്മെന്റ് ക്ലിയർ ആയിരുന്നു, ഹണ്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമുക്ക് പ്രോപ്പറായിട്ട് എൻട്രി എടുക്കാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നമുക്ക് എൻട്രി ട്രൈ ചെയ്യാമായിരുന്നു. ഞാൻ ഈ ഒരു ഏരിയന്ന് സെൽ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതിന് ക്ലിയർലി ലോജിക് ഉണ്ട്, ഞാൻ ആ ലോജിക്കും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഷോർട്ട്. ഇവിടുന്ന് ഞാൻ ഷോർട്ട് ചെയ്തതിൻ്റെ ശേഷം പ്രൈസ് ഇതുവരെ വന്നു, പക്ഷേ ഇമ്മീഡിയറ്റ്ലി പ്രൈസ് മുകളിലോട്ട് പോയി. ഈ ഒരു വിക്കിൻ്റെ 50% എബോ ആയിരുന്നു സ്റ്റോപ്പ് ലോസ്. അതിൻ്റെ ലോജിക്കും കൂടി ഞാൻ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
നമ്മൾ ഗോൾഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സംസാരിക്കേണ്ട ഒരു ആസ്പെക്റ്റാണ് സിൽവർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഗോൾഡിൽ നിന്നും സിൽവറിൽ നിന്നും താഴെ കാണുന്നത് സിൽവറിൻ്റെ ചാർട്ടാണ്. അതായത് ഗോൾഡിൻ്റെ പ്രൈസ് ഓൾറെഡി ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% എബോ എത്തി. അതായത് നമ്മൾ ഈ പറഞ്ഞ 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ള മാനദണ്ഡത്തിലുള്ള സെല്ലേഴ്സിൻ്റെ മൊത്തം സ്റ്റോപ്പ് എടുത്ത് കഴിഞ്ഞു. ഓക്കെ, അതിന് ശേഷം നമുക്ക് കാണേണ്ടത് എന്താണ്? ഗോൾഡ് എനി കൈൻഡ് ഓഫ് വീക്ക്നെസ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ 100% എത്തി താഴോട്ട് ഇങ്ങനെ ഒരു വരവ് വന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കരുത്. അതല്ലായിരുന്നു ഇതിൻ്റെ ലോജിക്ക്. ഇവിടെ ഗോൾഡ് താഴോട്ട് വീക്ക്നെസ് കാണിച്ച് തുടങ്ങുന്ന എന്തെങ്കിലും ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ സെയിം ലോജിക്കിൽ വെയിറ്റ് ചെയ്തായിരുന്നു. വെയിറ്റ് ചെയ്തപ്പം കാണാൻ പറ്റിയത് അടുത്ത സിൽവറിൻ്റെ ചാർട്ടിനാണ് ഇമ്പോർട്ടൻറ്റ് റെഫറൻസ് ഉള്ളത് നമുക്ക്. അതായത് ഗോൾഡ് പോലെ തന്നെ സിൽവറിൻ്റെ ചാർട്ടിൽ നമുക്ക് എന്തുണ്ട്? ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ഗോൾഡ് വന്ന പോലെ തന്നെ സിൽവറും വന്നിട്ടുണ്ട്. പക്ഷേ സിൽവർ വന്നപ്പം വീണ്ടും 1 hourലോട്ട് വരാം. നമുക്ക് ഗോൾഡ് 100% ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. പക്ഷേ സിൽവർ ഇപ്പോഴും ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ലോവർ ക്വാഡ്രന്റിൻ്റെ മുകളിൽ പോലും എത്തിയിട്ടില്ല. അതായത് കമ്മോഡിറ്റീസ്, മെറ്റൽസ് എൻ്റർലി വീക്കാണ്. നമുക്ക് പ്യുവർലി മനസ്സിലാക്കാവുന്ന കാര്യം മെറ്റൽസ് എൻ്റർലി വീക്കാണ്. ഗോൾഡ് കുറച്ച് മുകളിലോട്ട് പോയി എന്നുള്ളത് നോക്കണ്ട, മെറ്റൽസ് എൻ്റർലി വീക്കാണ്. അപ്പം ഈ വീക്ക്നെസ് ഗോൾഡ് ഓൾറെഡി 100% എത്തി. ഈ ഗോൾഡിന് മേ ബി 1-2 ചെറിയൊരു സ്പൈക്കും കൂടി മുകളിലോട്ട് വന്നിട്ട് ഗോൾഡ് ഏറ്റവും ബെയർ മിനിമം വരാൻ സാധ്യതയുള്ള എവിടെയാണ്? സോ ലുക്ക് അറ്റ് ദിസ്. ഇവിടെ ഗോൾഡ് ഈ ടോപ്പിലിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ടോപ്പിലെത്തി എവിടെയായിരുന്നു? സിൽവർ ഉള്ളത് ഈ ഒരു കോൺസിക്വന്റ് എൻകറേജ്മെന്റിന്റെ താഴെയാണ്. അതായത് മുകളിലോട്ട് പോകാൻ പറ്റാത്ത പ്രൈസ് ആക്ഷൻ ആണ് സിൽവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് ഗോൾഡിൽ ഒരു റിട്രേസ്മെന്റിന് സാധ്യത ഉണ്ട്. അതും എവിടെ വരെ? ഈ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ 50% വരെ. ആ 50% എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? അവിടെ തന്നെയാണ് ഈ മാനിപ്പുലേഷന് വേണ്ടിയിട്ട്. അതായത് ഈ മാനിപ്പുലേഷൻ ഐഡിയലി പറയാൻ കാരണം എന്താണ്? ന്യൂയോർക്ക് ഓപ്പണിന് മുമ്പ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ യൂസ് ചെയ്തിട്ടാണ്, ഈ ഹാർലി ഫെയർ വാല്യൂ ഗ്യാപ്പിനെ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് ക്ലിയർലി പറയാം. അപ്പോൾ ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50%-ലുള്ള ഈ ഹവർലി ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി ഉണ്ട്. അതുകൊണ്ട് ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല സമയം കൂടി നോക്കണം, മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള സമയം. ഞാൻ കുറച്ചും കൂടി ഏർലിയറിൽ ഈ ഒരു വീക്ക്നെസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയില്ല. സോ ഞാൻ ഇനീഷ്യലി എടുത്ത ട്രേഡിൻ്റെ റീസൺ, ഞാൻ പറഞ്ഞു ഗോൾഡ് ഈ കണ്ടിന്യൂസ് റാലിക്ക് ശേഷം ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിന് 100% എത്തി. ഇങ്ങനെ ഒരു ബിയറിഷ്നെസ് വന്നു. ആ ബിയറിഷ്നെസ് വന്നപ്പം സിൽവറും ഓൾസോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബിയറിഷ്നെസ് വന്നു. സിൽവറും ഈ ഒരു ബിയറിഷ്നെസ് വന്നു. പക്ഷെ അതല്ലായിരുന്നു നമ്മളെ ലോജിക്ക്. ഈ ട്രേഡിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സിൽവർ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇത്രയും നേരം ബിയറിഷ് ആയിരുന്നു സിൽവർ എൻ്റയർലി ബിയറിഷും ആണ്. പക്ഷെ സിൽവർ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഗോൾഡ് ആ ഹയർ ഹൈ ഫെയിലായി. ആ ഫെയിലായത് എവിടുന്നാണ്? ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 100%, അതായത് ടോപ്പ് ലെവലിൽ നിന്ന്, ഏറ്റവും മുകളിൽ നിന്ന്. അതായത് പ്രൈസിന് ഈ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിലോട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. 2 തവണ ഇമ്മീഡിയറ്റ് റീബാലൻസ് കാണാം നമുക്ക്. ഈ ഇമ്മീഡിയറ്റ് റീബാലൻസ് ആണ് ആൻഡ് ഈ ഡൈവേർജൻസ് മാത്രമല്ല, ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50%ലേക്ക് പ്രൈസ് വരാൻ ടെംപ്റ്റേഷൻ കൂടുതലാണ്. കാരണം മെറ്റൽസ് വീക്കാണ്. നേരത്തെ പറഞ്ഞ് ഗോൾഡ് ബുള്ളിഷ് അല്ല, റിയൽ ഈൽഡെല്ലാം മുകളിലാണ്, അപ്പോൾ ഗോൾഡ് താഴോട്ട് പോകണം. ഇതാണ് ലോജിക്ക്. അപ്പം ഈ ഒരു സെയിം ലോജിക്ക് പ്രകാരം പ്രൈസ് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ നമുക്ക് എന്ത് തന്നു? ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. ഈ ഷിഫ്റ്റിലേക്ക് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ തൊട്ട് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഞാൻ എൻട്രി പ്ലേസ് ചെയ്തു. ഞാനൊന്നുകൂടി കാണിക്കാതെ, ഇതാ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഞാൻ ഈ ഒരു ഇമ്മീഡിയറ്റ് റീബാലൻസിന് ശേഷം എനിക്കത് വളരെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതാ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഞാൻ താഴോട്ട് എൻട്രി പ്ലേസ് ചെയ്തു.
എനിക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പാർസൽ എടുക്കായിരുന്നു, പക്ഷേ ഞാൻ കുറേ ഒരു മൂവ്മെൻറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പ്രൈസ് വീണ്ടും മുകളിലോട്ട് ബുള്ളിഷായിട്ട് പോയി. അങ്ങനെയാണ് ആദ്യത്തെ ട്രേഡ് ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്. ദെൻ നമ്മുടെ വ്യൂവിലൊന്നും ചേഞ്ച് ഇല്ല. പ്രൈസ് സിൽവർ എത്രത്തോളം ഈ ക്വാർട്ടർ ഈ ലോവർ ക്വാർട്ടറിന്റെ താഴെ തന്നെ സർവൈവ് ചെയ്യുന്നു, ഇത് ബിയറിഷായി നിൽക്കുന്നു, അത്രയും സമയം നമ്മുടെ ഗോൾഡിലെ ഐഡിയ എന്ന് പറയുന്നത് ബിയറിഷാണ്. കാരണം ഗോൾഡ് ഓൾറെഡി ഇന്നെ പ്രീമിയം മാർക്കറ്റ് എന്ന് പറയാനും റീസൺ ഉണ്ട്. പ്രീമിയം മാർക്കറ്റ് എന്ന് പറയാൻ കാരണം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അപ്പർ ഹാഫിന് മുകളിലാണ് ഗോൾഡ് ഉള്ളത്, വിച്ച് മീൻസ് ഗോൾഡ് പ്രീമിയം മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഞാൻ വീണ്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു ഇമ്പൾസീവ് പ്രൈസ് മൂവ്മെന്റ് കണ്ടില്ല, അതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് വന്നേക്കുന്നത് ഗോൾഡിന് എടുക്കാവുന്ന ഏറ്റവും നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയിരുന്നു ഇത്. ഈ ലിക്വിഡിറ്റി നമുക്ക് ഈ ലിക്വിഡിറ്റിയും കൂടി, അതായത് ഈ പ്രൈസ് ആക്ഷൻ ക്ലിയർ ആണ്, നമുക്ക് ഓൾറെഡി SMT ഡൈവേർജൻസ് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ എൻട്രി എടുത്തിട്ടുണ്ടാവും. ദെൻ മാക്സിമം ലിക്വിഡിറ്റി അതും കൂടി അറ്റാക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇത് മുതൽ ന്യൂയോർക്ക് ഓപ്പൺ ചെയ്തത് മുതൽ ഇതുവരെയുള്ള ടോട്ടൽ പ്രൈസ് ആക്ഷൻ നോക്കുക. ഈ ടോട്ടൽ പ്രൈസ് ആക്ഷനിൽ ഇതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ്. സോ നമുക്കത് മാർക്കറ്റിന്റെ എല്ലാ കോണ്ടെക്സ്റ്റുകളും വെച്ച് നോക്കുമ്പോൾ ഇത് ട്രസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ കാത്തുനിന്നിട്ടില്ല. ഈ ക്യാൻഡിൽ താഴോട്ട് വന്നു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ 2 പോർഷൻ ഒന്നും ഇവിടുന്നുമായിട്ട് എൻട്രി ചെയ്തു. ദെൻ സ്റ്റോപ്പ് ലോസ് സ്ഥിരം വെക്കുന്നത് പോലെ ഈ ഒരു വിക്കിന്റെ 50% അബോ സ്റ്റോപ്പ് ലോസ്. അതിനുശേഷം സിൽവറും സെയിം ടൈമിൽ ഈ കോൺസിക്വന്റ് എൻകറേജ്മെന്റ് ക്ലോസ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെയാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് വന്നത്. ദെൻ മൊത്തം വെയിറ്റിംഗ് ആയിരുന്നു. എൻറ്റയർലി വെയിറ്റ് ചെയ്തു. ഇവിടെ എത്തിയപ്പം പാർഷ്യൽസ് എക്സിറ്റ് ചെയ്യാൻ തുടങ്ങി. പാർഷ്യൽസ് ഇവിടുന്ന് കുറച്ച് താഴോട്ട് വെയിറ്റ് ചെയ്തു. കാരണം ഈ 50% പ്രൈസ് റിജക്ഷൻ എടുക്കുന്നത് കാണുമ്പോൾ, വീണ്ടും താഴോട്ടാണ് റിജക്ഷൻ എടുക്കുന്നത് കാണുമ്പോൾ ഞാൻ കുറച്ചും കൂടി താഴോട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ വീണ്ടും ബുള്ളിഷ് ചെയ്യും. അപ്പോൾ ഞാൻ ബാക്കി മൊത്തം പൊസിഷൻ ഇവിടെ എക്സിറ്റ് ചെയ്തു. കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് പൊസിഷൻ ആഡ് ചെയ്തു. ബാക്കി മൊത്തം പൊസിഷനും ചെറിയ പോർഷനും ഇവിടെ, ബാക്കി ഒരു പാർഷ്യൽ ഇവിടെ, എൻറ്റയർലി പാർഷ്യൽ ഇവിടെ. അതോടെ ട്രേഡ് കഴിഞ്ഞു. ദെൻ മാർക്കറ്റ് ബുള്ളിഷ് ആവുക ചെയ്തത്.